വൈഫ് ഇന്ന് ബ്രെഡ് കൊണ്ടുള്ള ഒരു പിസ്സ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി കഴുകി അരിഞ്ഞു വെച്ച ചിക്കനിൽ ആദ്യം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇവയെല്ലാം കൂടെ ഇളക്കി മറിച്ച് നല്ല പരുവമാക്കി മാറ്റി വെക്കുന്നു. എന്നിട്ട് ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടാക്കി നമ്മുടെ ചിക്കനെല്ലാം വറുത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 6 ബ്രെഡ് എടുത്ത് തലങ്ങും വിലങ്ങും കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ബ്രെഡെല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം ഒരു മുട്ട എടുത്ത് പൊട്ടിക്കുന്നു. പിച്ചാത്തി കിട്ടാത്തതുകൊണ്ട് അടുത്തിരുന്ന കത്രിക ഉപയോഗിച്ചാണ് മുട്ട പൊട്ടിച്ചേക്കുന്നത്. പൊട്ടിച്ച മുട്ടയിൽ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറക്കി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ നമ്മുടെ ബ്രെഡ് അരിഞ്ഞിട്ടെല്ലാം കൂടെ എടുത്തിടുകയാണ്. ഈ മിക്സ് ചെയ്ത പാലിൽ ഈ ബ്രെഡെല്ലാം കൂടെ എടുത്തിട്ട് കുത്തി ഇളക്കി ഒരു മാവ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടാക്കി അതിനകത്ത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മിക്സെല്ലാം കൂടെ എടുത്തിട്ട് പരത്തി ഒരു ദോശ രൂപത്തിലാക്കിയിട്ട് അതിനെ അടച്ച് വെക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിനെ തുറന്നു നോക്കി വെന്ത് എന്ന് മനസ്സിലാകുമ്പോൾ അതിനെ ഇങ്ങനെ തിരിച്ചിടാൻ നോക്കിയാണ്. തിരിച്ചിടുമ്പോൾ സൂക്ഷിച്ച് തിരിച്ചിടണം. ഇത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. ഭാഗ്യത്തിന് പൊട്ടിയില്ല, അത് കറക്റ്റായിട്ട് വന്ന് വീണിട്ടുണ്ട്. ഇനി അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് തേച്ച് കൊടുക്കുകയാണ്. അതിന് മുന്നേ ചീസ് വെച്ച് കൊടുക്കണമായിരുന്നു, അത് വെക്കാൻ വിട്ടുപോയി. നിങ്ങൾ ചെയ്യുമ്പോൾ ചീസും കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം കാപ്സിക്കം, സവാള, അരി കളഞ്ഞ തക്കാളി, നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് ചീസും അരിഞ്ഞരിഞ്ഞ് കൊടുക്കണം. മസാല ചീസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. അത് കഴിഞ്ഞ് കുറച്ച് വറ്റൽമുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇത് അടച്ചു വെക്കുന്നു. 6-7 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പിസ്സ റെഡിയായിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി മുറിച്ച് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുന്നേ.